ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 6 മണി 6:15 ആയിട്ടുണ്ടാവും കേട്ടോ രാവിലെ. അപ്പോൾ സ്കൂളുള്ള ദിവസം എന്തൊക്കെയാണ് എൻ്റെ ഡെയിലി അല്ല മോർണിംഗ് റൊട്ടീൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇത് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇത് എഴുന്നേറ്റ് വന്ന് ഞാൻ ഫ്രണ്ടിലത്തെ വാതിലൊക്കെ തുറന്ന് നോക്കുമ്പം അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ വന്ന് ചായയ്ക്ക് വേണ്ടിയിട്ട് പാലൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വാതിലടച്ചിട്ട് പണിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് കാരണം വേഗം വന്ന് ബാക്കിലത്തെ വാതിലൊക്കെ തുറന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സാമ്പാറിനുള്ള പരിപ്പാട്ടോ, അത് ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചു. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുതിരാൻ കുറച്ച് പണിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി തന്നെ ഇട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിത്തുവിനുള്ള പാലൊക്കെ മാറ്റി എനിക്കും ആ ചുട്ടിക്കും ചായ നിർബന്ധമാണ് കേട്ടോ. പാലും അവൾക്ക് ഇഷ്ടമല്ല പാല് കുടിക്കണത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ പിന്നെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഇതാ അരിഞ്ഞ് പെറുക്കി സാമ്പാറിന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ്. പരിപ്പ് ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ നമുക്ക് പച്ചക്കറിയായിട്ട് ഒരുമിച്ചിട്ടങ്ങ് വിസിലടിച്ച് കഴിഞ്ഞാൽ വേഗം അങ്ങ് വെന്ത് കിട്ടും. ഇല്ല പരിപ്പ് വേവിച്ച് പിന്നെ പച്ചക്കറിയൊക്കെ ഇട്ട് കുറേ സമയം പിടിക്കുമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ മീനുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങോട്ട് പുറത്ത് വെച്ചു. അപ്പോഴേക്കും പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചായക്ക് നോക്കുമ്പം ബിസ്ക്കറ്റ് കാണാനില്ല. ഇന്നലെ രാവിലെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടതാണ്. അപ്പോഴേക്കും അത് എങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇത് അടുത്ത പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ഞാൻ പൊട്ടിച്ചിടുകയാണ്. അങ്ങനെ ഇത് അവർക്കല്ല ജിത്തു രാവിലെ തന്നെ ടി വിയും ഇട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉറക്കെ പയ്യെന്ന് എഴുന്നേറ്റിട്ട് പല്ലും തേച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പാലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഒപ്പം 2 ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് അവ എടുത്ത് കഴിക്കും. അത് കാരണം ഞാൻ പിന്നെ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തേ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ടാൽ മതി. ഞാനങ്ങനെ പാക്കറ്റ് സാമ്പാർ പൊടി, ചിക്കൻ മസാല, അങ്ങനെ മീറ്റ് മസാല അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി വയ്ക്കാറില്ല കേട്ടോ. എല്ലാം വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കാറ്. കറിവേപ്പില കഴിഞ്ഞു ഗൈസ്. കറിവേപ്പില പിച്ചിട്ട് കറി വയ്ക്കാൻ വേണ്ടി എപ്പോൾ തുടങ്ങിയാലും ഫസ്റ്റ് ഞാൻ നോക്കുമ്പോൾ കറിവേപ്പില ഉണ്ടാവില്ല. കാരണം നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ പോയി പിച്ചിക്കൊണ്ട് വരികയല്ലേ ചെയ്യുന്നത്. കുറേ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറൊന്നുമില്ല. അടുത്ത് തന്നെ ആണല്ലോ, നമുക്ക് ആവശ്യത്തിന് എപ്പോഴേക്കും പോയി പിച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ പോയി കറിവേപ്പിലയൊക്കെ പിച്ചാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും അങ്ങോട്ട് മഴ ചാറാൻ തുടങ്ങി. അങ്ങനെ ഇതാ ഞാൻ കറിവേപ്പിലയൊക്കെ പിച്ചിക്കൊണ്ട് വന്ന് അങ്ങനെ കറി വയ്ക്കാൻ തുടങ്ങുകയാണ്. ഇപ്പം ഇങ്ങനെ നല്ല മഴ പെയ്ത് നിൽക്കുന്ന കാരണം നല്ല തളിര് ഇലയൊക്കെ ആയിട്ടോ നിൽക്കുന്നത്. പക്ഷേ കറിവേപ്പില നന്നായപ്പോൾ എൻ്റെ കാന്താരിമുളകൊക്കെയാണ് കേട്ടോ വേഗം കേടുവന്ന് പോയത്. കേടെന്ന് വെച്ചാൽ മഴ ഓവറായതുകൊണ്ടാണോ എന്നറിയില്ല, മുളകൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഒന്ന് കട്ട് ചെയ്തൊക്കെ വിട്ടിട്ട് വേണം മുളകൊക്കെ ഒന്ന് നന്നായിട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമൊക്കെ ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടാവുമായിരിക്കും. അതുപോലെ സാമ്പാർ ടേസ്റ്റ് ചെയ്തപ്പോഴാട്ടോ എന്തോ ഒരു മണവ്യത്യാസം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കായം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കായമൊക്കെ മുറിച്ചിട്ടു. ഞാൻ കട്ടിക്കായാണ് കൂടുതലും യൂസ് ചെയ്യാറ്, പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ പിന്നെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ വറുത്തിടാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയിലും കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായല്ലോ. സാമ്പാറിൻ്റെ മണം കേട്ടോണ്ടെങ്കിൽ അപ്പുറത്തുനിന്നൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു ജിത്തുവിൻ്റെ. അമ്മയെ ഇന്ന് ദോശയും സാമ്പാറും ആണോ എന്ന്. കാരണം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അവന് ദോശ അല്ലെങ്കിൽ ഇഡലി. സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം വെറുതെ സാമ്പാർ വേണമെങ്കിൽ ഇരുന്ന് കുടിച്ചോളും, അത്രയ്ക്ക് ഇഷ്ടമാണ് അവന്. എങ്ങനെ സാമ്പാർ ഇങ്ങനെ ഇഷ്ടമായി എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. സാമ്പാർ ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലും ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കുള്ളൂ കേട്ടോ. ചോറിൻ്റെ കൂടെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇവിടെ ഇപ്പോൾ ഞാനാണെങ്കിലും പിള്ളേരാണെങ്കിലും ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. പക്ഷേ ദോശയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. എല്ലാ പണിയാറുമല്ല, സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി വന്ന കറിവേപ്പിലയൊക്കെ എടുത്ത് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നൊരു ദിവസത്തേക്കുള്ള കറിവേപ്പിലയൊക്കെ ആയി കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്ക് ഇനി എന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജിത്തുദാ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവ എന്നോട് പറയാണ്, അമ്മ ഞാൻ അമ്മയുടെ അത്ര ആയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട്. അങ്ങനെ ഞാൻ ഹൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ എൻ്റെ അത്രയായി, ഇനി നീ വലിയ കുട്ടിയായി, ഇനി ഒറ്റയ്ക്ക് കുളിക്കുകയൊക്കെ വേണം, ഒറ്റയ്ക്ക് എണ്ണ വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ അവനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടേ. അങ്ങനെ പിന്നെ പിള്ളേരുടെ കുളിയൊക്കെ കഴിഞ്ഞവർ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും ദോശയൊക്കെ ചുട്ട് വയ്ക്കണമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ദോശയൊക്കെ ചുടാൻ തുടങ്ങുകയാണ്. ഒരാൾക്ക് ഇവിടെ വലിയ ദോശ വേണം നെയ്യ് ഒഴിച്ചിട്ട്, ഒരാൾക്ക് ചെറിയ ദോശ വേണം. അങ്ങനെ ആകെ
കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് വലിയ ദോശ ഒരുമിച്ചിട്ടുണ്ടാക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ദോശ ഉണ്ടാക്കും. ഇന്ന് എന്തോ ഭാഗ്യത്തിന് അച്ചുട്ടിയെടുത്ത് ചോദിച്ചപ്പോൾ അവൾക്കും നെയ്യ് ഒഴിച്ചിട്ട് വലിയ ദോശ മതി. ചില സമയത്ത് നെയ്യ് ഒഴിക്കുന്ന സ്മെല്ല് ഇഷ്ടമല്ല എന്ന് പറയും കേട്ടോ. പക്ഷെ ജിത്തുവിന് അങ്ങനെയൊന്നുമില്ല, അവനെല്ലാ ദോശയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ രണ്ടുപേർക്കും നെയ്യ് ഒഴിച്ചിട്ട് തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും അച്ചുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളത് വിളക്ക് വെക്കുകയാണ്. എന്നും വൈകുന്നേരം വന്ന് തല നനയ്ക്കുന്ന കാരണം രാവിലെ അങ്ങനെ തല നനച്ച് കുളിക്കാറില്ല, കാരണം മുടി കെട്ടി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ ആശാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ വന്ന് കയറി ഇരുന്നിട്ട് എന്നോടിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ദോശയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഈ സ്കൂളിൽ പോയുള്ള കാര്യങ്ങളും കൂട്ടുകാരുമായിട്ടൊക്കെ കളികളും സംസാരങ്ങളെയൊക്കെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിക്കോട്ടെ, എനിക്ക് ദോശ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ആദ്യം ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വന്നിട്ട് അമ്മ ദോശ പരത്തി തന്നാൽ മതി, ഞാൻ നെയ്യൊക്കെ എൻ്റെ മേലയിൽ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വന്ന് ഇന്ന് അതൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. 3-4 ദോശയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മതി ജിത്തു, നീ പോയി ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശയൊക്കെ വിളമ്പി രണ്ടുപേർക്കും കൊണ്ടുപോയി കൊടുത്തു. അവരങ്ങനെ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അച്ചുട്ടി പറയുന്നത്, എനിക്കിത് ദോശ മതി സ്കൂളിൽ കൊണ്ടുപോകാൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ചോറ് കഴിച്ചാൽ പോരെ ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ വിളമ്പി പാത്രത്തിലേക്ക് ആക്കി ബാഗിലൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്തു കേട്ടോ. രാവിലത്തെ കഴിക്കൽ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ചുട്ടിക്ക് ഭയങ്കര വെപ്രാളമാണ്. വേഗം മുടി കെട്ട്, വണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. പിന്നെ സമയമൊക്കെ ഉണ്ടാവും ഒരുപാട്, എന്നാലും ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഞാൻ വേഗം മുടിയൊക്കെ കെട്ടി കൊടുത്തു. ഇനി 8:45 വണ്ടി വരുള്ളൂ. 8:30 ആകുമ്പോഴേ ജിത്തു പുറത്തിറങ്ങി നിൽക്കും കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ റോസാപ്പൂ കണ്ടത്. അപ്പോൾ അച്ചുട്ടിക്ക് ഉടനെ അത് തലയിൽ വെക്കണം. സ്കൂളിലാണെങ്കിൽ അലൗഡ് അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചർ ചീത്ത പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ സ്കൂൾ എത്തുമ്പോഴേക്കും എടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോഴേക്കും അവൾ പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇന്ന് ആദ്യം ജിത്തുവിൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ അവൻ വണ്ടി കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയാണ് അച്ചുട്ടിയുടെ വണ്ടി വന്നത്. അങ്ങനെ അവളും പോയിട്ടുണ്ടേ. അങ്ങനെ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. പിള്ളേരേനെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. ഇനി ഒന്ന് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി സാമ്പാറായത് കാരണം പിന്നെ ഇനി വേറെ പണികളൊന്നുമില്ല. എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് നേരെയാക്കിയിട്ട് അതൊന്ന് വറുക്കാനെടുത്ത് ചെയ്യണം. നത്തളാണ് കിട്ടിയേക്കുന്നത്. പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പാത്രമൊക്കെ കുറച്ച് അഴുക്കായി കിടപ്പുണ്ട്, അതൊക്കെ ഒന്നെടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കണം. തുണി കഴുകണം, പ്രധാനമായിട്ട് അതാണ് പണി. എന്ത് ജോലി ചെയ്താലും തുണി കഴുകില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം വരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ ഇനി അങ്ങനത്തെ പണികളൊക്കെയാണ്. അങ്ങനെ രാവിലത്തെ ജോലി കഴിഞ്ഞിട്ടുള്ള അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ക്ഷണനേരം കൊണ്ട് ഞാൻ എൻ്റെ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരി അങ്ങനെ കഴുകി ചോറിന് ഇടാൻ വേണ്ടി പോവാണ്. പുറത്തേക്ക് പോകേണ്ടത് കാരണം പിന്നെ ഞാൻ അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല, റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചേ. പിന്നെ അരിയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റൈസ് കുക്കറിലോട്ടൊക്കെ ഇറക്കി വെച്ചു. അതിനുശേഷം മീൻ നേരെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നേരെയാക്കി കഴിഞ്ഞ് ഞാൻ പോയി തുണിയൊക്കെ കഴുകി വന്നു. തുണിയും ഒക്കെ കഴുകി വന്നതിന് ശേഷം പിന്നെ ഞാൻ പോയി വേഗം കുളിച്ചിട്ട് വന്നു കേട്ടോ. മീൻ നേരെയാക്കിയതിന് ശേഷം തുണി കഴുകി കഴിഞ്ഞാൽ കയ്യിലത്തെ സ്മെല്ലൊക്കെ നല്ലോണം പോവും കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നേ. കുളിച്ചിട്ട് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അതിന് മുന്നേ തന്നെ ഞാൻ കായും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. സമയത്തിൻ്റെ കുറച്ച് പ്രശ്നം കാരണം ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഞാൻ റെഡിയാവുകയാണ്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മുടികെട്ടലിൻ്റെ കാര്യമാണ് പിന്നെ ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും മുടി അങ്ങോട്ട് ശരിയാവുക തന്നെയില്ല. ഒന്നാമത് നനഞ്ഞ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ടാൻ തന്നെ പറ്റില്ല. കുറേ നേരം ഞാൻ മുടി കെട്ടി തോർത്തിയൊക്കെ കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും മുടി കെട്ടാൻ പറ്റില്ല കേട്ടോ. അതിന് പോകുന്ന സമയം വരെ ഞാൻ ഇങ്ങനെ അഴിച്ചഴിച്ച് കെട്ടിക്കൊണ്ടേയിരിക്കും. ഏട്ടനൊക്കെ ചോദിക്കും, ഇത്ര നേരമായിട്ടും കഴിഞ്ഞില്ലേ മുടി കെട്ടിയിട്ട് എന്ന്. അങ്ങനെ ഒരുവിധം മുടിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. വണ്ടിയിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചാറുന്ന കാരണം നിർത്തി പോവേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിന് മുമ്പിൽ നിന്ന് ബസ് കിട്ടുമ്പോൾ വെറുതെ എന്തിനാ വണ്ടിയിൽ പോകണേന്ന്. അങ്ങനെ ഞാൻ ബസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ പറയണത് ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.